അതിനയനത്തിന്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആശയിൽ നിന്ന് ജയൻ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. അപ്പൊ ആദർശ് ജയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ജയൻ പറയാണ്, എന്റെ അച്ഛൻ ഇതുവരെ തളർച്ച പോലും തോന്നിയിട്ടില്ല. അത്രയ്ക്ക് ആക്റ്റീവും അത്രയ്ക്ക് ബോൾഡുമായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡ് ആയിട്ടുള്ള മനുഷ്യൻ എന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ ജയൻ. ഇതെല്ലാം വരുത്തി വെച്ചത് നീ നിന്റെ അമ്മയുമാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഇതൊക്കെ ഈശ്വരൻ നേരത്തെ വിധി എഴുതിയതല്ലേ അച്ഛ എന്നൊക്കെ പറയാണ്. അങ്ങനെ ജയൻ പൊട്ടി കരയാണ്. അച്ഛ, ഇതൊന്നും ഇനി മുത്തശ്ശനെ നമുക്ക് അറിയിക്കണ്ട, ആരും വീട്ടിൽ ആരെയും അറിയിക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് മുത്തശ്ശന്റെ അരികിലേക്ക് പോവാന്നും പറഞ്ഞിട്ട് അവർ മുത്തശ്ശന്റെ അരികിലേക്ക് ചെല്ലാണ്. എന്താടാ എന്ത് പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞപ്പോ അവര് പറയാണ്, ഒന്നുമില്ല മുത്തശ്ശ, ഒരു കുഴപ്പമില്ല, കുറച്ച് മൾട്ടി വിറ്റമിൻസ് ടാബ്ലറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ കഴിച്ചാൽ മതി. മുത്തശ്ശൻ പ്രായമായതിന്റെ ചെക്കപ്പ് ഒന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ്, കുറച്ച് ക്ഷീണമൊക്കെ ഉള്ളൂ, ബാ പോവാന്നും പറഞ്ഞിട്ട് മുത്തശ്ശനെ വിളിച്ചുകൊണ്ട് അവര് അനന്തപുരിയിലേക്ക് ചെല്ലാണ്. അനന്തപുരിയിൽ ഈ സമയത്ത് ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജലജ പറയാണ്, ഈ 2 നാശങ്ങൾ വന്നു കയറിയ പിന്നെ പ്രഷർ വരെ മൂക്കത്ത് വെറലച്ച് നിൽക്കുക, അതുപോലല്ലേ കാണിച്ചു കൂട്ടുന്നത്. ഈ 2 ഇവിടുന്ന് പോയാലേ സമാധാനമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വീണ്ടും ബഹളം വെക്കാണ്. ദേവയാനിയും അത് തന്നെ പറയുന്നു കേട്ടോ. തമിഴിലെന്നാല് ഈ ആസ്ത്രി പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആദർശ് നയനോട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോകണമെന്ന്. അത് പ്രകാരം നയന ഇറങ്ങി പോകാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മലയാളത്തിൽ ആദർശ് അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത പക്ഷം കുറെ തവണ ദേവേനി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോ പോവേണ്ട ആള് പോണം എന്നൊക്കെ പറയുമ്പം നയന ഒരു ഞെട്ടലോടെ കേട്ട് കരയുന്നുണ്ടല്ലോ. അപ്പൊ നയന തന്നെ തീരുമാനിക്കുന്നുണ്ടായിരിക്കും ഇറങ്ങി പോവാൻ വേണ്ടിട്ട്. അങ്ങനെ ആദർശും ജയനും കൂടി മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുമ്പോ എല്ലാവരും ഓടി ചെല്ലുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ആദ്യം നിന്നിട്ട്, എന്താ പറ്റിയേ, എന്താ പറ, കാര്യം പറ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഈ അവസ്ഥയിൽ ഞാൻ കണ്ടിട്ട് കൂടിയില്ല എന്നൊക്കെ പറയുമ്പോ മുത്തശ്ശൻ പറയാണ്, നീ എന്താ കുട്ടികളെ പോലെ തുടങ്ങുന്നത്, എനിക്ക് ഒരു കുഴപ്പമില്ല, നല്ല ടയർഡ്നെസ് ഉണ്ട്, അത്രേ ഉള്ളൂ, കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോ മുത്തശ്ശി പറയാണ്, ഇല്ല എനിക്കറിയാം നിങ്ങളൊന്നും പറയില്ല, വിട്ടു തുറന്നൊന്നും പറയാത്ത ആളാ. ആദർശേ നീ പറ, നീ എന്റെ കൊച്ചുമോനാ, നീ ഒരിക്കലും കള്ളത്തരം പറയില്ല. മുത്തശ്ശൻ എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അങ്ങനെ ചോദിക്കുന്ന സമയം രണ്ടുപേരെ മുഖം മാറി മറിയാണ് കേട്ടോ. രണ്ടുപേരും തലകുലിച്ച് ആകെ വിഷമിച്ച് നിൽക്കുന്നത് ദേവയാനി നയനെ ശ്രദ്ധിക്കുന്നുണ്ട്. ദേവേനി രണ്ടുപേരും മാറി മാറി ശ്രദ്ധിക്കാണ്. ആദർശ് പറയണ, മുത്തശ്ശൻ പറഞ്ഞതൊക്കെ ശരി തന്നെയാ മുത്തശ്ശി, ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ജയൻ പറയാണ്, മുത്തശ്ശൻ കുറച്ചു ദിവസമായിട്ട് ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലേ, അതുകൊണ്ടൊക്കെ നല്ല ടയർഡ്നെസ് ഉണ്ട്, കുറച്ച് മൾട്ടി വിറ്റമിൻസ് ഒക്കെ തന്നിട്ടുണ്ട്, നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്താൽ മതിയാവും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് പറയാണ്. മുത്തശ്ശനെ കുട്ടി അകത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ പറഞ്ഞിടുന്നു. ഈ സമയത്ത് ദേവേനെ എന്നിട്ട് ചോദിക്കാണ്, നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോവാണ്. എന്താ ദേവേനി, എനിക്ക് നല്ല തലവേദന ഉണ്ടെന്ന് പറയുമ്പോ ഒന്ന് വരുന്നേന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിക്കാണ്, എന്താ പറ്റിയത്, മുത്തശ്ശൻ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ ജയൻ പറയാണ്, ഒന്നും സംഭവിച്ചില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞേ, അല്ല നിങ്ങളുടെ രണ്ടുപേരെ മുഖം കണ്ടപ്പം എനിക്ക് എന്തോ ഉള്ളതുപോലെ തോന്നി, എന്തോ ഒരു അപകടം മണക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും ജയൻ പറയാണ്, മുത്തശ്ശിയുടെ മുമ്പിൽ വെച്ച് നീ ഇങ്ങനൊന്നും പറയില്ലേ, അത് പിന്നെ അവർക്കും സംശയമാകും, അങ്ങനെ ഒരു പ്രശ്നവും മുത്തശ്ശനില്ല, മുത്തശ്ശൻ നല്ല പെർഫെക്റ്റ് ആണ്, നീ അത് മാത്രം നോക്കിയാൽ മതി, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുമ്പോ ദേവേനി പറയാണ്, ഇല്ല ഞാൻ ഒന്നും ഉണ്ടാക്കില്ല, എനിക്ക് തോന്നി എന്തോ ഒരു വയ്യാഴിക ഉള്ളതുപോലെ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവേനി പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം ആദർശിനെ മുത്തശ്ശൻ വിളിപ്പിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ മുറിയിലേക്ക് ആദർശ് ചെല്ലുന്നതിന് തൊട്ടു മുമ്പായിട്ട് നയന അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ നയന ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നേ? നയനെ പറയാണ്, നിങ്ങളുടെ അമ്മ പറഞ്ഞു ഈ വീട്ടിലെ ഞാനാണ് ഇവിടെ ഇറങ്ങി പോകേണ്ടതെന്ന്, കാരണം നമ്മുടെ കല്യാണത്തിന് മുമ്പ് വരെ ഈ വീട് സ്വർഗമായിരുന്നെന്നും അതിനുശേഷം നരകമായെന്നും പലതവണ നിങ്ങളുടെ അമ്മയും ജലജയപ്പച്ചിയും ഒക്കെ പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവേണ്ടവളാണെന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവാണ്, ബാഗെല്ലാം ഞാൻ പാക്ക് ചെയ്തു എന്ന് പറയാൻ കേട്ടോ. ആദർശപ്പോ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോകുന്നുണ്ട്. തമിഴിലാണെങ്കിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. നയന ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നീ ഇതുവരെ പോയില്ല എന്നൊന്ന് ചോദിക്കും ആദർശ്. അത് കേൾക്കുമ്പോൾ നയനക്ക് ഒത്തിരി സങ്കടമായിട്ട് നയന പറയാണ്, ഞാൻ പോവാണ്, ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ആദർശ് മുത്തശ്ശന്റെ അരികിലേക്ക് പോകുന്നത്. അങ്ങനെ മുത്തശ്ശന്റെ അടുത്തേക്ക് പോകുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ കട്ടിലയിൽ ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം മലയാളത്തിൽ കാണിച്ചിരിക്കുന്ന ജനലിന്റെ സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മുത്തശ്ശനെയാണ്. അങ്ങനെ മുത്തശ്ശന്റെ അടുത്തേക്ക് ആദർശം എന്നിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശ കുറച്ചുനേരം കിടന്ന് റെസ്റ്റ് എടുക്ക്, എന്താ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലടാന്ന് പറയാണ്. മുത്തശ്ശ അത് പിന്നെയെന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ ആദർശനോട് സംസാരിക്കാൻ തുടങ്ങാണ്.
പിന്നെ ഞാനൊരു കാര്യം കേട്ടു. നിന്നോടും ജയനോടും ഡോക്ടർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എന്റെ അസുഖത്തെ പറ്റി ആ നേഴ്സാ തെറ്റ് ചെയ്തത്. നേഴ്സ് നിങ്ങളുടെ ആ ഡോക്ടറിന്റെ മുറിയുടെ അടുത്ത് തന്നെ എന്നെ കൊണ്ട് കിടത്തി. എനിക്കിപ്പോ നല്ല ബോധം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടു എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് കരയുമ്പം മുത്തശ്ശൻ പറയാണ്, കരയാതെ. കരഞ്ഞിട്ട് എന്താ പ്രയോജനം? ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഈ വിധി എഴുതിയിരുന്നതല്ലേ. ഒന്നും നിരന്തരമല്ല, മരണം മാത്രമേ നിരന്തരമുള്ളൂ. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നെന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിനകത്ത് ചെറിയൊരു ഭയമൊക്കെ ഉണ്ട്. ഇത്രയും നാളും ഈ മൂർത്തിക്ക് ഭയം എന്താന്ന് വെച്ചാൽ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ ഭയമൊക്കെ എന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ആദർശ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കരഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ആദർശ് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുന്ന പോലെ നിൽക്കാണ്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ്, എനിക്കിപ്പോ മനസ്സിനകത്ത് ഭയങ്കര ഭാരമാണ്, എപ്പോഴും സങ്കടമാണ്. അപ്പം ആദർശ് പറയണ, ഇല്ല എന്റെ മുത്തശ്ശൻ ഞാൻ സങ്കടപ്പെടുത്തില്ല. എന്റെ മുത്തശ്ശൻ എന്താ വേണ്ട പറ, എന്ത് പറഞ്ഞാലും ഞാൻ അത് ചെയ്തു തരും എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ഈ ഒരു അവസരം മുതലാക്കി ഈ കിളവൻ നിന്നോട് ചോദിക്കുകയാണെന്ന് കരുതരുത്. എന്റെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുമ്പോ, എന്താ അച്ഛാ കാര്യം പറയാന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, നീയും നയനമോളും നന്നായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. നയനമോളെ നിന്റെ കൈപിടി ചെയ്യിപ്പിച്ചത് ഞാനാണ്. ആ കുട്ടിയുടെ കണ്ണീര് എല്ലാ ദിവസവും ഞാൻ ഈ വീട്ടിൽ കാണുന്നുണ്ട്. അതിനി കാണാൻ പാടില്ല. നീ അവളെ സന്തോഷമായിട്ട് ഭാര്യയെപ്പോലെ തന്നെ അവളെ നീ കൊണ്ടു നടക്കണം. നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാവണം. അവളെ നീ പൊന്നുപോലെ അവൾക്ക് മര്യാദ കൊടുത്ത് അവളുടെ പ്രവൃത്തികളെ നീ അംഗീകരിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദർശ് ഒരു നിമിഷം ആലോചിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താണ് നീ എനിക്ക് സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, സാധിച്ചു തരാം മുത്തശ്ശ എന്ന് പറയുമ്പോൾ എന്റെ കൈകളിലേക്ക് ഇങ്ങനെ ഈ വാക്ക് താ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശന്റെ കയ്യില് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് ആദർശ് വാക്ക് കൊടുക്കാണ്. ഇനി ഒരിക്കലും നയനെ സങ്കടപ്പെടുത്തില്ല എന്നും നയനെ സ്നേഹിക്കാമെന്നും. അങ്ങനെ എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, അവളെ രാവിലെ തൊട്ട് വ്രതം ഇരിക്കുകയാണ്, അവളൊന്നും കഴിച്ചിട്ടില്ല. നീ പോയിട്ട് അവളെ ആശ്രവദിച്ചിട്ട് അവള് ആ കാപ്പൂരി വെച്ചിട്ട് വേണം അവൾക്ക് വ്രതം അവസാനിപ്പിക്കാൻ. നീ അത് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പം ചെയ്യാൻ മുത്തശ്ശ എന്ന് മനസ്സിലാ മനസ്സോടുകൂടി ആദർശ് പറയാണ്. അപ്പൊ ആദർശ് മനസ്സിൽ ഓർക്കാണ് കേട്ടോ, നയന പോവാൻ ഒരുങ്ങി നിൽക്കുകയല്ലേ, അത് പറഞ്ഞാൽ മുത്തശ്ശിയുടെ മനസ്സ് ഒരുപാട് വേദനിക്കുമെന്ന് ഓർത്തിട്ട് ആദർശ് പെട്ടെന്ന് തന്നെ ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് നയന അടുത്തേക്ക് പോവാണ്. എന്നിട്ട് പറയാണ്, നീ എവിടേക്കും പോകണ്ട എന്ന് പറയുമ്പം നയന പറയാണ്, ഇല്ല ആദർശേട്ടാ ഞാൻ പോവാ, എനിക്കിവിടെ യാതൊരു വാല്യൂ ഇല്ല. ഒരു വേലക്കാരുടെ സ്ഥാനം പോലും എനിക്ക് ആരും തരുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഭാര്യ ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഇവിടെ നിൽക്കുന്ന അർത്ഥമില്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറയുമ്പം ആദർശ് പറയണ, വേണ്ട നീ പോവണ്ട എന്ന് പറയുമ്പോ നയന പറയണ, ഇല്ല ഞാൻ പോവാണെന്ന് പറയുന്നു. ഇതേ സമയത്ത് തന്നെ ജലജ അവിടെ നന്നായിട്ട് തന്നെ ദേവയാനിക്ക് എരിവ് കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. എന്തോ തിരിച്ചു വന്നപ്പം എന്തൊക്കെയോ ഒരു മാറ്റം പോലെ എനിക്ക് തോന്നുന്നു. അച്ഛൻ എന്തോ പ്രശ്നമുള്ളത് പോലെ. അത് മാത്രമല്ല അച്ഛൻ ആദർശിനെ വിളിപ്പിച്ചൊന്നും കേട്ടില്ലേ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയാണ്. നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കണ്ട, ജയേട്ടൻ പറഞ്ഞു ഒരു കുഴപ്പമില്ലാന്ന്. അച്ഛന് നല്ല ടയർഡ്നെസ് ഉണ്ടെന്ന്, അതുകൊണ്ട് മൾട്ടിവിറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കൊടുത്താൽ മതി. കുറച്ചു ദിവസത്തേന് ഈ വീട്ടില് അലമ ബഹളം ഉണ്ടാവരുതെന്ന ജയേട്ടന്റെ ഓർഡർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി മാറിപ്പോവാണ്. ഈ സമയത്ത് ആദർശ മുറിയില് ഞാനോട് പറയാണ്, ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല. ഇനി നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, നിന്നെ സ്നേഹിച്ചോളാം, നിന്നെ സ്നേഹിക്കാൻ ഞാൻ ട്രൈ ചെയ്യാം, നിനക്ക് നല്ല മതിപ്പ് തന്ന് ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നു. ആ നയന ചോദിക്കാണ്, ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളതുപോലെയൊക്കെ പലതവണയുടെ സ്നേഹത്തോട് പെരുമാറിയിട്ടുണ്ട്. അതിന് തൊട്ട് പിറ്റേന്ന് തന്നെ ഞാൻ അതിന്റെ പേരിൽ കരയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, ഇത്തവണ അങ്ങനല്ല, ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞിട്ട് ആദർശ് നയനോട് പറയാണ്, ഇനി ഞാൻ നിന്നെ സ്നേഹിക്കാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ ആദർശ് നയനോട് പറയുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പം ഇതിന്റെ ബാക്കി നമ്മുടെ ചാനൽ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.